ഹായ്, ക്യൂകാഡിൽ എങ്ങനെയാണ് ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുന്നു. എന്താണ് ഐസോമെട്രിക് ഡ്രോയിങ്? ഇപ്പോൾ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡ്രോയിങ് നോക്കുക. ഇതൊരു ഐസോമെട്രിക് ഡ്രോയിങ് ആണ്. 2D സ്പേസിൽ തന്നെ നമുക്ക് 3D പോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ 3 സൈഡ് കാണാവുന്ന രീതിയിൽ, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണാം, റൈറ്റ് സൈഡ് കാണാം, ടോപ്പ് സൈഡ് കാണാം. ഈ രീതിയിൽ വരയ്ക്കുന്ന ഡ്രോയിങ്സിനാണ് ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറയുക. അതിൽ ഐസോമെട്രിക് എന്ന് പറയാൻ കാരണം നമ്മൾ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. എല്ലാ ആക്സിസും ഈക്വൽ ആംഗിളിൽ 120 ഡിഗ്രിയിൽ ഇവിടെ വന്ന് ഈ ഔട്ടർ മോസ്റ്റ് ഭാഗം, നമ്മുടെ പേജിന് പുറത്തേക്ക് കാണുന്ന ഈ ഒരു ഭാഗം, ദിസ് ഭാഗം, അത് 120 ആക്സിസിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഐസോമെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരച്ചു തുടങ്ങണമെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള എല്ലാ സൈഡുകളും നമ്മൾ 30 ഡിഗ്രി ആംഗിളിൽ വരയ്ക്കണം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ലൈൻസും 30 ഡിഗ്രി, ഇവിടുന്ന് 30 ഡിഗ്രി, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 30 ഡിഗ്രി എന്നുള്ള രീതിയിലാണ് വരയ്ക്കുക. വെർട്ടിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 90 ഡിഗ്രിയിൽ വരയ്ക്കണം. അപ്പോൾ നമുക്കിതിലൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂവിൽ ഐസോമെട്രിക് ഗ്രിഡ് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് റീജിയണിൽ വരയ്ക്കുന്ന ഗ്രിഡ് നമുക്ക് ഈ രീതിയിലാക്കാം. ഗ്രിഡിൻ്റെ സഹായത്തോടു കൂടി വരയ്ക്കുന്നവർക്ക് ഇത് ഗ്രിഡ് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് റീജിയൺ എങ്ങനെയാണ് ഇരിക്കേണ്ടത് ആ രീതിയിലാണ്. വ്യൂവിൽ റൈറ്റ് സൈഡിലേക്ക് ആക്കാം ഗ്രിഡ്, ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കാം. ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. JTJR JL ഒക്കെ അടിച്ച് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആ രീതിയിൽ ഗ്രിഡ് ഉപയോഗിക്കാം. ഗ്രിഡ് യൂസ് ചെയ്യേണ്ടാത്തവർക്ക് ഗ്രിഡ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. നോർമൽ ഗ്രിഡിൽ തന്നെ നമുക്കിത് വരയ്ക്കാം. ഒരു ന്യൂ ഡ്രോയിങ് എടുക്കുക. നമുക്ക് ഈ ഡ്രോയിങ് വരയ്ക്കാം. ആദ്യം വരച്ചു തുടങ്ങുന്നത് ഈ ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ലൈൻ ടൂൾ ഉപയോഗിക്കുക. ലൈൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നുള്ള ടൂൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലൈൻ ഫ്രം ആംഗിൾ ഉണ്ട്. അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മൾ ആംഗിൾ കൊടുക്കുന്നതനുസരിച്ച് ലൈൻ വരയ്ക്കാൻ പറ്റും. ഈ ടൂൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ സെക്കൻഡ് വൺ, ലൈൻ ഫ്രം ആംഗിൾ. അപ്പോൾ അത് ഉപയോഗിച്ചു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു സൈഡ് വരച്ചു തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിലേക്ക് വരച്ചു തുടങ്ങാൻ പോവുകയാണ്. മുകളിൽ ഒരു ലെങ്ത്തും ആംഗിളും കാണും. ഇവിടെ ലെങ്ത്ത്, ആംഗിൾ, അപ്പോൾ ഡിഫോൾട്ട് വാല്യൂ ഒന്നുണ്ടാവും അവിടെ. ആ വാല്യൂ നമുക്ക് മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഈ 75 ആണ് ലെങ്ത്ത്. ദിസ് ആണ് ഈ 75 എന്നുള്ള ലെങ്ത്ത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈഡ് നമുക്ക് വരച്ചു തുടങ്ങാം. 75. അപ്പോൾ 75 ടോട്ടൽ ലെങ്ത് ആണ്. 25 ആണ് ഈ ഭാഗം, 25 ആണ് അതിൻ്റെ നടുഭാഗം. അപ്പോൾ ഒബിയസ്ലി ഇത് 25 ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലം നമുക്ക് വരച്ചു തുടങ്ങാം. ലെങ്ത്ത് ഞാൻ 25 അടിച്ചു കൊടുത്തു. ആംഗിൾ 30 അടിച്ചു കൊടുത്തു. ഓക്കെ. അപ്പോൾ നമുക്കൊരു ലൈൻ വന്നതുപോലെ കുറച്ച് സൂം ഇൻ ചെയ്തു. ഇതാണ് എൻ്റെ 25 mm ലൈൻ. അപ്പോൾ അതിനൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തു. ഇത് 30 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. വീണ്ടും കുറച്ച് മുകളിലായിട്ട് വീണ്ടും ഈ ലൈൻ വന്നിട്ടുണ്ട് 25 ഡിഗ്രി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്കുള്ള ലൈൻ ആദ്യം വരയ്ക്കണം. അത് 90 ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ ഞാനിവിടെ 90 ഡിഗ്രി അടിച്ചു. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്കി ഏതെങ്കിലും റീജിയണിൽ ഉള്ള ലെങ്ത്ത് അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. ഏതെങ്കിലും വാല്യൂ മിസ്സിങ് ആണെങ്കിൽ വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത് 20 ആണ്. ഈ മുകളിലേക്കുള്ള ഈ റീജിയൻ 20 ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഏകദേശം ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 10 ആയിട്ട് കൊടുക്കാം. 10 അതോടെ പ്ലേസ് ചെയ്തു. വീണ്ടും എനിക്ക് 25 ആംഗിൾ 30 അതോടെ പ്ലേസ് ചെയ്തു. ഇനി ഇതിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. ഈ ഒരു സൈഡിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് അടിച്ചടിച്ച് തന്നെ പോവാം. 25 അടുത്തത് ഇങ്ങോട്ടൊരു ലൈൻ ഉണ്ട്. ഇങ്ങോട്ടുള്ള ആ ലെങ്ത്തും കൊടുത്തിട്ടില്ല. അത് നമുക്ക് 10 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സൈഡ് ഇരിക്കുന്നത് അത് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അടുത്തത് ഇവിടെ ഇനി വരാനുള്ള പോർഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഏത് ആംഗിളിലായിരിക്കും? 10 ആംഗിൾ 30 ആണ്. പക്ഷേ 30 ടു ദിസ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് 30 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ആംഗിൾ നമ്മുടെ CAD റെഫറൻസ് വെച്ചിട്ട് അത് 150 ആയിരിക്കും. അപ്പോൾ 150 ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ. ആംഗിൾ 90 അത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം.
ഈ ഒരു ഏരിയ ആയിരിക്കുകയാണ് ദിസ് ഏരിയ ഈസ് കംപ്ലീറ്റഡ്. ഇവിടുന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് വരച്ചു തുടങ്ങാം. ഓക്കെ, നെക്സ്റ്റ് വരേണ്ടത് 25 ആണ്. അത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ എന്താണ് 25 ആംഗിൾ 30. 25 ആംഗിൾ 30. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കാം. നെക്സ്റ്റ് 10 ആംഗിൾ എന്തായിരിക്കും 150. അതാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എൻ്റെ കേസറിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ഈ ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെ വെക്കും? അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ റെഫറൻസ് മാറ്റണം. അത് ഇവിടെ മാറ്റാൻ പറ്റും നമുക്ക്. ഈ ഒരു പോയിന്റിൽ ഇവിടെ മാറ്റാൻ പറ്റും. റെഫറൻസ് പോയിന്റ് പറയുന്നുണ്ട്. സ്റ്റാർട്ട് വേണോ അതോ മിഡിൽ വേണോ എൻഡ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻഡ് അടിക്കാം. എൻഡ് അടിച്ച് കഴിയുമ്പോൾ ഈ ഒരു പൊസിഷൻ പിടിച്ച് എനിക്ക് വെക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് താഴേക്കാണ് ലൈൻ. അത് 10 ആംഗിൾ 90. ഇനി ലെഫ്റ്റ് സൈഡ് വരുന്നുണ്ട്. അത് 10 തന്നെയാണ്. 10 ആംഗിൾ 150. അപ്പോൾ എനിക്ക് റെഫറൻസ് മാറ്റേണ്ടി വരും. ഇതിപ്പോൾ ഈ എൻഡിലാണ് ഇരിക്കുന്ന റെഫറൻസ്. എനിക്ക് ഈ പോയിന്റിലേക്ക് ആകണം. ഞാൻ സ്റ്റാർട്ടാക്കും. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി 10 ആംഗിൾ 90. ഇവിടെ നമുക്ക് ആംഗിൾസ് മാറ്റി കൊടുത്താൽ മതി, റെഫറൻസുകൾ മാറ്റി കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഒരു 25 ആംഗിൾ 30. അത് ഇവിടെ വരും. ഈ ലൈൻ ഇതിന് നേരെ കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എൻഡ് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി വയ്ക്കാം. എടുത്തിട്ട് ഈ ഒരു പോയിന്റ് പിടിച്ച് നമുക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, അപ്പം അത് ചെയ്തില്ലെങ്കിൽ അതവിടെ ഓവർലാപ്പ് ആയിട്ടിരിക്കും. അത് തിരിച്ചറിയില്ല. നെക്സ്റ്റ് ഇങ്ങോട്ട് 25. അപ്പോൾ വീണ്ടും ഈ ഒരു 25 ആംഗിൾ 30. റെഫറൻസ് പോയിന്റ് മാറ്റുക, സ്റ്റാർട്ടാക്കുക. ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇവിടെ ഒരെണ്ണം വേണം, കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ലൈനാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം അടിച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സാധനങ്ങൾ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 10 ആംഗിൾ 90. ഓക്കെ, ഫോട്ടോകാഡിലാണെങ്കിൽ നമുക്ക് ആ ലൈൻ ടൂൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ലെങ്ത് ആംഗിൾ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഓരോ പ്രാവശ്യം മുകളിൽ പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. മുകളിൽ പോയിട്ട് വേണം അവിടെ വാല്യൂസ് അടിച്ചു കൊടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് 30 ആംഗിൾ എന്തായിരിക്കും 150 ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 ലൈൻ വരുന്നുണ്ട്. അത് ഈ 30 ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ 150 ആയിരിക്കും. 30 ആംഗിൾ 150. അതിനവിടെ കൊണ്ടുവന്ന് വെച്ചു. നെക്സ്റ്റ് അതേ 30 തന്നെയാണ്, അതേ ചെരുവിലേക്കാണ് ഇത് ഇരിക്കുന്നത്. അതിൻ്റെ 150 ആണ് ലെങ്ത്. ഈ ഒരു ഭാഗം, ഈ ഒരു സൈഡ് 50 ആണ്. അപ്പോൾ ഏതൊക്കെയാണോ നമുക്ക് ആദ്യം വരച്ചു തുടങ്ങി പോകാൻ പറ്റുന്നത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി കൺഫ്യൂഷൻസ് ഉള്ള നമുക്ക് ലാസ്റ്റ് ചെയ്യാം. 50, ഇതിന് താഴെയും 50. നെക്സ്റ്റ് ആ സൈഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ആംഗിൾ 90. ഇതിനെ പിടിച്ച് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ലെങ്ത്ത്, ആ ലെങ്ത്ത് തന്നിട്ടില്ല. മുകളിലുള്ള ലെങ്ത്ത് 20 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദിസ് ലെങ്ത് ഓൾസോ 20 ആണെന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെങ്ത്ത്. അപ്പോൾ ഈ ലെങ്ത്ത് 20 അവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് 20 ആണെന്ന് വിചാരിക്കാം. കാരണം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അത് 20 ആണ്. സോ ഇതും 20 ആയിരിക്കാം. ഇപ്പോൾ 20 ആംഗിൾ 30 ഡിഗ്രി. അതിനെ കൊണ്ട് ഇവിടെ വയ്ക്കാം. നെക്സ്റ്റ് ഇവിടുന്ന് മുകളിലേക്ക് 20 ലെങ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആംഗിൾ 90. ദിസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ വരയ്ക്കാം.
അപ്പോൾ അതൊരു സ്ക്വയറാണ് മുകളിൽ, അതാണ് എല്ലാ സൈഡും കൊടുക്കാത്തത്, ഒരു സൈഡേ കൊടുത്തിട്ടുള്ളൂ. സോ ഇറ്റ് വിൽ ബി എ സ്ക്വയർ. 20 20 20 ആയിരിക്കണം. അപ്പോൾ 20 ഈ സൈഡിലേക്ക് വരണം. അപ്പോൾ ഞാൻ 20 ആംഗിൾ 30 അടിച്ചു. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എനിക്ക് വെക്കാൻ പറ്റുന്നില്ല, ഞാൻ റെഫറൻസ് മാറ്റേണ്ടി വരും. എൻഡ് ഇവിടെ വെച്ചു. 20 ആംഗിൾ 150 ഉണ്ട്, അത് മുകളിൽ വരും. അപ്പോൾ അവിടെ വീണ്ടും റെഫറൻസ് മാറ്റണം. സ്റ്റാർട്ട്. ഓക്കെ, ഇനി ആ ഒരു മുകളിലെ പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. 20 ആംഗിൾ 30, 20 ആംഗിൾ 150. ഓക്കെ, ഇവിടെയും ഒരു 20 ആംഗിൾ 150 ഉണ്ട്. അടുത്ത പാർട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി വരയ്ക്കാനുള്ളത് ഈ ഒരു ലൈനും ഈ ഒരു സൈഡിൽ കാണുന്ന ഈ സർഫേസ് ആണ്. അപ്പോൾ ഈ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം ഐസോമെട്രിക് പ്ലെയിനിലുള്ള ഭാഗമല്ല. ഐസോമെട്രിക് പ്ലെയിൻ ഈ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡും ടോപ്പ് സൈഡും ആണ്. അപ്പോൾ അത് വരയ്ക്കാൻ നമുക്ക് നോർമൽ ലൈൻ ടൂൾ മതി. ഈ ഒരു 2 പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്കത് വരയ്ക്കാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി. നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇനി ഡയമെൻഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് മാറ്റാം. ലെയറിൽ നമുക്ക് ലൈൻ കുറച്ച് തിക്കാക്കാം. കണ്ടിന്യൂസിലാണ് ലൈൻ. വൈറ്റ് കളർ മാറ്റിയിട്ട് നമുക്ക് വേറൊരു കളറാക്കാം, യെല്ലോ കളറാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയ ലെയറിൽ ഡയമെൻഷൻസ് കൊടുക്കാം. അപ്പം ഞാനിതിന് ഡയമെൻഷൻ, അപ്പോൾ അതിന് ചെറിയ പ്രോപ്പർട്ടീസ് മാറ്റുകയാണ്. ഞാനതിന് റെഡ് കളറിലാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. തിക്നെസ് കുറവ് മതി. ഓക്കെ, ഈ ലെയറിലാണ് ഞാൻ ഇനി ഡയമെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡയമെൻഷൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും അലൈൻഡ് അല്ലെങ്കിൽ റൊട്ടേറ്റഡ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. അതിൽ ഏതെങ്കിലും കൊടുക്കേണ്ടി വരും. ഹൊറിസോണ്ടൽ കൊടുത്താൽ ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് കാണിക്കില്ല. അല്ലെങ്കിൽ വെർട്ടിക്കൽ കൊടുത്താലും അളവ് വെർട്ടിക്കലായിട്ടുള്ള ലൈൻസിന് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ബാക്കി ഏരിയക്ക് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഡയമെൻഷൻ അലൈൻഡ് അല്ലെങ്കിൽ റൊട്ടേറ്റഡ് ലീനിയർ അത് ഉപയോഗിച്ച് ചെയ്യാം. അലൈൻഡ് ഉപയോഗിക്കുന്നതാണ് എളുപ്പം. റൊട്ടേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഓരോ സൈഡിനും അതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും. അലൈൻഡ് ആണെങ്കിൽ തന്നെ അത് അലൈനായിട്ട് വന്നോളും. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാവുന്നവർക്ക് എപ്പോഴും ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം. ഫാസ്റ്റർ ഡ്രോയിങ്ങിന് DA DL അങ്ങനെ കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട്, കമാൻഡുകൾ. അലൈൻഡ് എടുത്തു. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഏരിയ ചെയ്യാണ്. 30 അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രോയിങ്ങിലെ പോലെയല്ല വന്നിരിക്കുന്നത്, അത് ഇങ്ങനെ കയറിയിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്രോയിങ്ങിൽ അറിയാം ആ ഒരു പ്ലെയിനിൽ ആ ഒരു ലെവലിൽ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. ഓട്ടോകാഡിൽ വരച്ചതാണ്. ഓട്ടോകാഡിൽ നമുക്ക് ഡയമെൻഷന് ഒബ്ലീക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലങ്ങനെ ഇല്ല. ക്യൂക്കാഡ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ഇതിൽ ആ സംഭവം ഇല്ല. അപ്പോൾ ഇതിനെ ഇനി ചരിക്കാൻ മറ്റ് മാർഗ്ഗങ്ങളില്ല. ഒരു മാർഗ്ഗം ഉള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ വരുന്ന ഭാഗത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ഡ്രോയിങ്ങിലുള്ള പോലെ ആ ഒരു പ്ലെയിനുമായിട്ട് ഇങ്ങനെ കിടത്തി വയ്ക്കണമെങ്കിൽ നമുക്ക് ഒബ്ലീക്ക് എന്ന് പറഞ്ഞൊരു ടൂൾ വേണം. ഡയമെൻഷൻ എഡിറ്റ് ചെയ്തിട്ട് അതിന് ഒബ്ലീക്ക് റൊട്ടേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വേണം. അതില്ല, ക്യൂക്കാഡിലില്ല. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു സൈഡ് 20 ആണ്. ദിസ് സൈഡ് 50, 75, ഡയമെൻഷൻസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നത് നമുക്കൊരു ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇതിൽ ഈ CAD അങ്ങനെ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഡ്രോയിങ്. ഈ ഡയമെൻഷൻസ് കാണുന്നില്ലെങ്കിൽ നമുക്ക് ഡയമെൻഷൻ സെറ്റിങ്സിൽ എഡിറ്റ് ഡ്രോയിങ് പ്രിഫറൻസിൽ പോയിട്ട്
ഡയമെൻഷൻ സെറ്റിങ്സ്, അവിടെ നമുക്ക് ടെക്സ്റ്റ് ഹൈറ്റ് ഒക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, കുറച്ച് കൂടുതലാക്കാം, 4. അപ്ലൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രോയിങ്. പിന്നെ ലെയേഴ്സ് ആയിട്ട് ചെയ്തുള്ള ഗുണം എന്താ വെച്ചാൽ എനിക്ക് ഈ യെല്ലോ റെഡ് കോമ്പിനേഷൻ ഇഷ്ടമായില്ല. എനിക്ക് പെട്ടെന്ന് എല്ലാം മാറ്റണമെങ്കിൽ ഓരോന്നെടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ ലെയറിൻ്റെ പ്രോപ്പർട്ടീസിൽ ആ കളർ മാറ്റിയാൽ മതി, അപ്പോൾ എല്ലാം തന്നെ മാറിക്കോളും. അതാണ് ലെയറിൽ ചെയ്താലുള്ളൊരു ഗുണം. എപ്പോഴും ലെയർ ഉപയോഗിച്ച് ചെയ്യാം. ഇത് കഴിഞ്ഞു. ഇനി ഞാനിതിനെ കറക്റ്റ് ഒബ്ലീക്കായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്, ഡയമെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് നമുക്കൊരു ടൂളുണ്ട്. ആ ടൂൾ ആക്ച്വലി ഉപയോഗിക്കുന്നതിനല്ല, ഉപയോഗിക്കുന്നത് ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് ദിസ് ഈസ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു സൈഡാണെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ ഒരു സർക്കിളും കൂടെ വരയ്ക്കാം. ഒരു സർക്കിളും കൂടി ഉണ്ട്, സോറി, ഇവിടെ ഒരു സർക്കിളും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം സൈഡിൽ. ഇത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈഡ് ഇതുപോലെ ഇരിക്കണം, ഐസോമെട്രിക് ആയിട്ട് കാണപ്പെടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഐസോമെട്രിക് എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്, പ്രൊജക്ഷൻ ടൂൾ ഞെക്കി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സംഭവം വരും. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ടൂൾ വരും. PJ എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇത് ഞെക്കി കഴിഞ്ഞാൽ അവർ ചോദിക്കും റെഫറൻസ് പോയിന്റ് എന്താണ്, വാട്ട് ഈസ് റെഫറൻസ് പോയിന്റ്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ആ പോയിന്റ് ഇതാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ പോയിന്റ് പിടിച്ചിട്ട് ഇങ്ങനൊരു സംഭവം വരും. ഇത് ഈ ഒരു ഡ്രോയിങ്ങിനെ, ഞാൻ ഓർത്തോഗ്രാഫിക്കായിട്ട് വരച്ച ഒരു ഡ്രോയിങ്ങിനെ ഐസോമെട്രിക് ആക്കുന്നതാണ്, സിസ്റ്റം തന്നെ ആക്കി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറേ ടൂൾസ് കാണാം, ഇതിൻ്റെ ഇനി വരുന്ന ഓപ്ഷൻസ് കാണാം. ഇവിടെ ഇതിൻ്റെ സൈഡുകൾ മാറ്റാം. ഇപ്പോൾ ടോപ്പാണ് ഇരിക്കുന്നത്, അത് ബോട്ടം ആക്കാം, ലെഫ്റ്റ് സൈഡ് ആക്കാം, ഇന്നർ ലെഫ്റ്റ് സൈഡ് ആക്കാം, റൈറ്റ് സൈഡ് ആക്കാം, ഇന്നർ റൈറ്റ് സൈഡ് ആക്കാം. അപ്പോൾ എനിക്ക് ഏത് സൈഡാണോ ഇതിന് ആവശ്യം, ഞാനിത് സപ്പോസ് ഇത് ഒരു ഒബ്ജക്റ്റിന് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അതിനെ ഈ ടൂൾ ഞെക്കി കഴിഞ്ഞാൽ അവിടെ ഇത് ലെഫ്റ്റ് സൈഡായിട്ട് നിൽക്കും. ഓക്കെ, ഇതൊരു ലെഫ്റ്റ് ഡ്രോയിങ് ആണ്. അപ്പോൾ അവിടെ സർക്കിളൊക്കെ ഓട്ടോമാറ്റിക്കലി ചെരിഞ്ഞു ഐസോ സർക്കിളായി മാറി, അങ്ങനത്തെ സംഭവങ്ങളെ കാണാൻ പറ്റും. ഇത് തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ എങ്കിൽ. ഇതിങ്ങനെ കൊണ്ടു വെച്ചാൽ സംഭവമായി. ഇത് എൻ്റെ റൈറ്റ് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ടു വെച്ചാൽ ഇപ്പോൾ 3 സൈഡിലും ഇതേ വ്യൂ ഉള്ള ഒരു സാധനം കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർമലായിട്ടൊരു ഡ്രോയിങ് വരച്ചിട്ട് അതിനെ എല്ലാ സൈഡിലും കൊണ്ടുവന്നാക്കി. ഇപ്പോൾ ഇതൊരു ഐസോമെട്രിക് ഡ്രോയിങ് ആയി. ഈ സെയിം സംഭവം എനിക്ക് ഡയമെൻഷൻ ചെയ്യുമ്പോഴും ഉപയോഗിക്കാം. ഞാൻ ഡയമെൻഷൻ ചെയ്തു ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻ ഹൊറിസോണ്ടൽ ഒരു സൈഡ് ചെയ്തു, ഇത് 66 ഡയമെൻഷൻ ചെയ്തു വെച്ചു. ഞാൻ ഡയമെൻഷനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, പ്രൊജക്ഷൻ ടൂളിൽ ഐസോമെട്രിക്കുകൾ ഇതിനെ ഇതിൽ സൈഡിലേക്ക് ആക്കി മാറ്റാം, ടോപ്പ് സൈഡ്. ഇപ്പോൾ റെഫറൻസ് ചോദിക്കും, ഇതാണ് റെഫറൻസ്, സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇതൊരു സൈഡ് ഡ്രോയിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെ ഇവിടെ കൊണ്ടു വയ്ക്കാം. ഇപ്പോൾ കറക്റ്റ് അതൊരു പ്ലെയിൻ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഐസോമെട്രിക് ഉപയോഗിക്കുമ്പോൾ, ഈ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും ഐസോമെട്രിക് ട്രൂ സ്കെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്തിടണം, അല്ലെങ്കിൽ അത് ചെറുതാവും. ഐസോമെട്രിക് ഡ്രോയിങ് എപ്പോഴും ആക്ച്വൽ ഡ്രോയിങ്ങിനേക്കാളും ചെറുതാവും. അപ്പോൾ അത് ഉപയോഗിച്ച് ഞാൻ അവിടെ ഈ സംഭവം ചരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ ക്യൂക്കേഡിൽ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു 50 മാറ്റി കാണിക്കാം. ഈ 50 എന്നുള്ള സാധനം എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ 50 ലെങ്ത് ഉള്ള ഒരു ലൈൻ ചുമ്മാ വരച്ചിട്ട് 50 ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കണം. 50 ആംഗിൾ 0 ഈ ലൈൻ ഉണ്ട്. ഈ ലൈനിനെ വെറുതെ ഡയമെൻഷൻ കൊടുക്കാം, ഹൊറിസോണ്ടൽ. ഇനി അതിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് ചെയ്യിക്കാം. പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ റെഫറൻസ് പോയിന്റ് ചോദിക്കും. ഇത് റെഫറൻസ് പോയിന്റ് എടുത്തിട്ട്
ഇപ്പോൾ ട്രൂ സ്കെയിലാണ് ഇരിക്കുന്നത്, ഐസോമെട്രിക് ട്രൂ സ്കെയിലാണ് ഇരിക്കുന്നത്. ഇതിനെ കൊണ്ടൊന്ന് ഇവിടെ വയ്ക്കാം. അപ്പോൾ അത് ആ പ്ലെയിനിലായി. പക്ഷെ പ്ലെയിനിലായാലും അതിനൊരു ക്വാളിറ്റി കുറവുള്ളത് കാണാൻ പറ്റും. സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഉള്ളതുപോലെ അത്ര ക്വാളിറ്റിയിലല്ല അതിരിക്കുന്നത്. അപ്പോൾ അത് ക്യൂകാഡിൻ്റെ ലിമിറ്റേഷനാണ്. ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഭംഗിയായിട്ട് കിട്ടും. ഈ ഒരു ഓവർലാപ്പ് ഒഴിവായിട്ട് ഇത് ഈ ഡ്രോയിങ്ങിൽ കാണുന്ന പോലെ വൃത്തിയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്, വേണമെങ്കിൽ ചെയ്യാം ആ രീതിയിൽ. ഓട്ടോകാഡിലാണെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതുപോലെയുള്ള സർക്കിൾസ് വരുന്ന ഡ്രോയിങ്. ഈ ഒരു ഡ്രോയിങ്ങിൽ സർക്കിൾ ഉണ്ട്, ഈ ഒരു ഡ്രോയിങ്ങിൽ സർക്കിൾ ഉണ്ട്. സർക്കിൾസ് ഒരു ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ വരുമ്പോൾ അത് സർക്കിളായിട്ടല്ല ഇരിക്കുക, എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് ഇരിക്കുക. ഇതൊരു എലിപ്സ് ആണ്. അതെങ്ങനെ വരയ്ക്കാം? അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി നമ്മുടെ ഗ്രാഫിക്സിൽ പഠിച്ച 4 സെൻറ്റർ മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ പറഞ്ഞ മെത്തേഡ്, സർക്കിൾ വരയ്ക്കുക, അതിനെ എന്നിട്ട് ചെരിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊക്കെ ചെരിച്ചെടുത്താണ്, ഈ ടൂൾ ഉപയോഗിച്ച്, പ്രൊജക്ഷൻ ടൂൾ ഉപയോഗിച്ച് ചെരിച്ചെടുത്താണ്. ആ രീതിയിൽ ചെരിച്ചിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഒരിക്കൽ ചെരിച്ചു കഴിഞ്ഞാൽ, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഇതുപോലെ ചെരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിന് ഈ CAD സർക്കിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യില്ല. ഇപ്പോൾ ഇതിനെ ഡയമെൻഷൻ ചെയ്യാൻ നോക്കിയാൽ, സർക്കിൾ ഡയമെൻഷൻ ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ഞെക്കിയാലും എൻറ്റിറ്റി ഈസ് നോട്ട് ആൻ ആർക്ക് ഓർ സർക്കിൾ എന്നാണ് എറർ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ആ എൻറ്റിറ്റി എന്താണെന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ അതിന് നഷ്ടപ്പെടും. അപ്പോൾ ഇതിനെ ഇനി കട്ട് ചെയ്യണമെങ്കിലോ, ഈ ഒരു ഇമേജ് നോക്കുക, റൈറ്റ് സൈഡിലുള്ള ഈ ഇമേജ് നോക്കുക, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൻ്റെ മൊത്തം പോർഷൻ ഇല്ല. അപ്പോൾ അതിനെയാണ് ഇവിടെ കൊണ്ടു വയ്ക്കുന്നതെങ്കിൽ ഒരു ചെറിയ പോർഷൻ കളയാനുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ സർക്കിളിൻ്റെ കുറച്ച് ഭാഗം കളയാനുണ്ട്. അതെങ്ങനെ കളയാം? അപ്പോൾ ഇതിന് നമ്മുടെ ട്രിമ്മോ ബ്രേക്ക് സെഗ്മെൻറ്റ് ടൂളോ ഒന്നും വർക്ക് ചെയ്യില്ല. അതൊന്നും ഇവിടെ വർക്ക് ചെയ്യില്ല. മോഡിഫിക്കേഷനിൽ ബ്രേക്ക് ചെയ്യാൻ നോക്കിയാൽ, ഇവിടെ ലൈൻ വരച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കിയാലൊന്നും നമുക്കത് നടക്കില്ല. ഒരു ലൈൻ വരച്ച് കാണിച്ചു തരാം. ലൈൻ ഉണ്ട് ഇതുപോലെ. എന്നിട്ട് എനിക്ക് ഈ ഒരു പോർഷൻ കളയണം സർക്കിളിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്രേക്ക് ഔട്ട് സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കുണുന്നതുമ്പോൾ ഞെക്കിയാലും ഒന്നും എഫക്റ്റ് വരില്ല. ഇത് എൻറ്റിറ്റി ഈസ് നോട്ട് എ ലൈൻ, ആർക്ക് ഓർ സർക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ. ഒരിക്കൽ ചെരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമ്മേ മോഡിഫിക്കേഷൻ അത്ര എളുപ്പമല്ല. ഈ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ ഒരു ലൈൻ റെഫറൻസ് ആയിട്ട് വരച്ചിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈയിൽ എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പ്ലോഡ്, മോഡിഫൈയിൽ എക്സ്പ്ലോഡ്, XP എന്നാണ് ഷോർട്ട് കട്ട്. എക്സ്പ്ലോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പീസുകളാവും, ചെറിയ ചെറിയ പീസുകളാവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പീസുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് കളയാൻ പറ്റും. കുറച്ച് വളഞ്ഞ വഴിയാണ്, കളയാൻ പറ്റും. ഇതാണ് അതിൽ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു എൻറ്റിറ്റിയുടെ സ്വഭാവം അവിടെ നശിക്കുകയാണ്. ഒരു സർക്കിൾ വരച്ചിട്ട് അതിനെ ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ആവശ്യമുള്ള എൻറ്റിറ്റി അല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എൻറ്റിറ്റി അല്ല. അപ്പോൾ എന്ത് ചെയ്യാം? വേറൊരു മെത്തേഡ് ഉള്ളത്, ഇനി സർക്കിൾ വരയ്ക്കാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ 4 സെൻറ്റർ മെത്തേഡാണ്. ആ മെത്തേഡിൽ വരയ്ക്കാം. ഓട്ടോകാഡിലാണെങ്കിൽ നമുക്ക് എലിപ്സ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐസോ സർക്കിൾ എന്ന് പറഞ്ഞൊരു ടൂൾ വരും. ഐസോ സർക്കിൾ ഉപയോഗിച്ച് വരയ്ക്കാം, ഡയമെൻഷൻ കൊടുക്കാം, എല്ലാം എളുപ്പമാണ്. ഈ ക്യൂകാഡിൻ്റെ ഫുൾ വെർഷനിലും അതിൻ്റെ പ്രൊപ്രൈറ്ററി എഡിഷനിൽ ഈ ടൂളുണ്ട്. പക്ഷെ ഇത് കമ്മ്യൂണിറ്റി എഡിഷൻ ആയതുകൊണ്ട്, ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് അവർ പ്ലഗിൻ എടുത്ത് കളഞ്ഞു. നമുക്കിനി കിട്ടില്ല, ഐസോ സർക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന 4 സെൻറ്റർ മെത്തേഡാണ്. അതും കുറച്ച് ടൈം എടുക്കും. എങ്ങനെയാണ് 4 സെൻറ്റർ മെത്തേഡ് ഒരു ഐസോ സർക്കിൾ വരയ്ക്കുക? ഏത് പ്ലെയിനിലാണോ ചെരിഞ്ഞിരിക്കുന്നത് അവിടെ നമ്മളൊരു സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ റോംബസ് ആയിട്ടാണ് വരിക. ഇതൊരു സ്ക്വയർ ആണ്. ഇത് 2D ഷേപ്പിൽ നോക്കുമ്പോൾ അതൊരു റോംബസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു റോംബസ് ആണ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 30 ആണ് എങ്കിൽ 30ൽ ഒരു റോംബസ് വരയ്ക്കുക, 30 സൈഡുള്ള റോംബസ്. ഇത് 20 ആണ്, അതുകൊണ്ട് ഞാൻ 20ൽ വരച്ചു.
അപ്പോൾ 30 ഡിഗ്രിയിൽ ഇത്, 150 ഡിഗ്രിയിൽ ഇത്, 30 ഡിഗ്രിയിൽ ഇത്, 150 ഡിഗ്രിയിൽ. അത് വരച്ചു കഴിഞ്ഞു. ഇനി ലൈൻ ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ ലോങ്ങസ്റ്റ് ഡയഗണൽ കണക്ട് ചെയ്യുക. ലോങ്ങസ്റ്റ് ഡയഗണൽ വരയ്ക്കുക. ഇതാണ് അതിൻ്റെ ലോങ്ങസ്റ്റ് ഡയഗണൽ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഷോർട്ടസ്റ്റ് ഡയഗണലാണ്. അപ്പോൾ ലോങ്ങസ്റ്റ് ഡയഗണൽ വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു പോയിന്റിൽ നിന്നും ഇതിൻ്റെ മിഡിലേക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. വീണ്ടും അവിടെ നിന്ന് ഇതിൻ്റെ മിഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. വീണ്ടും ഈ ഒരു കോർണറിൽ നിന്നും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഇതിൻ്റെ കോർണറിൽ നിന്നും മിഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഇപ്പം എൻ്റെ ലക്ഷ്യം ഇതാണ്. ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക, ഫുള്ളി കൊള്ളുന്ന ഒരു സർക്കിൾ വരയ്ക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ ഏരിയ ഉള്ള സ്ഥലം സെലക്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന ഡ്രോയിങ് അവിടെ ഒരു 30 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അവിടെ ആദ്യം എന്ത് ചെയ്യണം, 30 സൈഡുള്ള സ്ക്വയർ, അതായത് റോംബസ് വരയ്ക്കണം. എന്നിട്ട് അവിടെ ഈ പരിപാടി ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പ്രൊജക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്തെടുക്കാം. 30 ഡയമീറ്റർ ഉള്ള സർക്കിൾ വരയ്ക്കുക, അതിനെ ടോപ്പ് പ്രൊജക്ഷൻ ആക്കി മാറ്റുക. അപ്പോൾ ഞാൻ ഇനി ഇവിടെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, ഈ സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനെ 4 സെൻറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്കിളാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ സർക്കിൾ കംപ്ലീറ്റ്ലി വരയ്ക്കേണ്ട നമുക്ക് ആർക്ക് ടൂളിൽ ഈ ഒരു ടൂളുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് സെൻറ്റർ പോയിന്റ് ആംഗിൾ. അതായത് ഈ ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ ആർക്കിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതൊരു കംപ്ലീറ്റ്ലി സർക്കിൾ ആയിരുന്നെങ്കിൽ ആ സർക്കിൾ പോകുന്ന പോയിന്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എത്ര ആംഗിൾ വരെയാണെന്നും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. 4 സെൻറ്റേഴ്സ് ആണ് ഇതിനുള്ളത്. ഒരു സെൻറ്റർ ഈ ഉള്ളിലുള്ള ഉണ്ടാക്കിയെടുത്ത ഈ പോയിന്റാണ്. ഒന്ന് ഇതാണ് ഒരു പോയിന്റ്, ഇതാണൊരു പോയിന്റ്, ഇതാണൊരു പോയിന്റ്, ഇതാണൊരു പോയിന്റ്. അങ്ങനെ 4 സെൻറ്റർ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് 4 ആർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആർക്കിൽ ടൂൾ സെലക്ട് ചെയ്തു. സെൻറ്റർ പോയിന്റ് ഏതാണെന്ന് ആദ്യം ചോദിക്കുക, സെൻറ്റർ. അപ്പോൾ ഞാൻ ഇത് സെൻറ്റർ ആയിട്ട് കൊടുത്തു. നെക്സ്റ്റ് ഈ സർക്കിൾ ഏതിൽ കൂടെ പോകേണ്ടതെന്ന് ചോദിക്കും, പോയിന്റ്. അപ്പോൾ അത് ഇവിടെയാണ് പോകേണ്ടത്. ഇതാണ് ആ സർക്കിൾ. ഈ സർക്കിളിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയി ഇൻ്റർസെക്ഷനിൽ കൊണ്ടുപോയിട്ട് ഞെക്കുക. ഇനി ആ ഒരു സർക്കിൾ എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. ആ സർക്കിളിൻ്റെ ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും കാണിച്ചു കൊടുക്കണം. എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതായത് സർക്കിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. വീണ്ടും ആ ടൂളിൽ തന്നെ ചോദിക്കുകയാണ് അടുത്ത സെൻറ്റർ ഏതാണ്. അപ്പോൾ അടുത്ത സെൻറ്റർ ഞാൻ ഇത് കാണിച്ചു കൊടുത്തു. ആ സർക്കിൾ പോകേണ്ടത് ഇതിലൂടെയാണ്. എന്നിട്ട് ഇനി അതിൻ്റെ സ്റ്റാർട്ടിങ് ഏതാണ് എൻഡിങ് ഏതാണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ സർക്കിളിൻ്റെ 2 ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ ഇപ്പുറത്തും ഇപ്പുറത്തും കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും സെൻറ്റർ ചോദിച്ചിട്ടുണ്ട്, ദിസ് ഈസ് സെൻറ്റർ. ആ സർക്കിൾ ഇതിൽ കൂടെ പോകണം. അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഇവിടെ എൻഡ് ചെയ്യണം. വീണ്ടും ഇതിനെ സെൻറ്റർ ആക്കി വെക്കാം. ആ സർക്കിൾ ഇതിലൂടെ പോകണം. എന്നിട്ട് അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യണം ഇൻ്റർസെക്ഷനിൽ. ഓക്കെ, അപ്പോൾ സർക്കിൾ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യമില്ലാത്ത ലൈൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സർക്കിൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് എൻറ്റിറ്റി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതിനെ ക്രോപ്പ് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ഇതൊരു സർക്കിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യില്ല. ഇതൊക്കെ 4 സെപ്പറേറ്റ് ആർക്ക് പീസാണ്. അപ്പോൾ ഡയമെൻഷൻ നമ്മൾ വേറെ രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെയാണ് ഒരു ഐസോമെട്രിക് ഡ്രോയിങ് ക്യൂകാഡിൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രൊജക്ഷൻ ടൂൾ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫൈനൽ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് പ്രൊജക്ഷൻ ടൂൾ ഉപയോഗിച്ച് ചെയ്യാനുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രിഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, ഗ്രിഡ് ഹെൽപ്പായി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിഡ് ഉപയോഗിച്ച് വരയ്ക്കാനുള്ള സംഭവങ്ങളുണ്ട്. പ്രൊജക്ഷൻസ് ഉള്ള ടോപ്പ് പ്രൊജക്ഷൻ, റൈറ്റ് പ്രൊജക്ഷൻ, ലെഫ്റ്റ് പ്രൊജക്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈനും ആംഗിൾ ഉപയോഗിച്ച് ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.